ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണേ. മുട്ട കൊണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്തതല്ല, ഞാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് ഓർത്തതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ ഒന്നായിട്ട്. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഞാൻ അരിഞ്ഞിട്ടേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, 6 മുട്ട എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. സ്റ്റൗ കത്തിക്കട്ടെ. പാത്രം ചൂടാവട്ടെ. പാത്രം ചൂടായേ. ഇതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എണ്ണ ഒന്ന് ചൂടായി കിട്ടട്ടെ. ഈ ചൂടായ എണ്ണയിൽ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ സവാള ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കേ. സവാളയും ചെറുതായിട്ടൊന്ന് വാടി. ഈ സവാളയിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കേ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചൊന്നും കൊടുക്കണ്ട, കവർ ചെയ്തൊന്നും കൊടുക്കണ്ടേ. തീ ഒന്ന് കുറച്ച് കൊടുക്കണം. നമ്മുടെ ഈ ക്യാബേജ് ഒന്ന് വാടിക്കെട്ടണേ. ഞാൻ തീരെ കുറച്ചിട്ടേക്കാം, സിമ്മിലിട്ടേക്കേ. ഇനി ഈ സമയം കൊണ്ട് ഇതിവിടെ കിടന്ന് വാടിക്കട്ടെ. നമുക്കിനി മുട്ട റെഡിയാക്കാം. ഇത് ഞാനിവിടെ കിടക്കട്ടെ. കവർ ചെയ്യല് നമുക്ക് ഈ മുട്ടയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, നമ്മൾ ക്യാബേജിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പേ അതും ഇട്ട് കൊടുക്കാം, മതി. ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മതിയേ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മുട്ട റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 100 ഗ്രാം പനീറേ, അത് പൊടിച്ചെടുത്തതേ.
എൻ്റെ കയ്യിൽ വലിയ ബ്ലോക്ക് അല്ലാത്ത ചെറിയ ചെറിയ കഷ്ണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി വലിയ വലിയ കട്ടയാണെങ്കിൽ കേട്ടോ. ഇതിനകത്തോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മളെ ക്യാബേജൊക്കെ നല്ല വാടിയേ. എന്നിട്ടങ്ങ് കുഴച്ചൊന്നും എടുക്കണ്ട, ഇത്രയും വെന്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയില്ലേ, അതിട്ട് ഒഴിച്ചു കൊടുക്കേ. തീരെ കുറച്ചിട്ടേക്ക് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു വലിയൊരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീരെ തീ കുറച്ചിട്ടേക്കുക, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടി കൊടുക്കേ. ശക്കലം മീഡിയത്തിലൊന്നും വരണ്ട, ആ സിമ്മിൽ തന്നെ ഒരു ശക്കലേ. ഇത് മതിയേ. ഇങ്ങനെ ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മുട്ട നോക്കേ. നല്ല മണം. ഞാൻ തീ വീണ്ടും നല്ല കുറച്ചായിരുന്നേ. ഞാനേ ഇതൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ നമ്മളുടെ ഓംലെറ്റ് റെഡിയായേ. ഞാനിതൊന്ന് എടുത്ത വഴി ഒരു വശം തന്നെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് ഇതിനകത്തോട്ട് വന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കേ. ഞാനൊന്ന് മുറിക്കേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് ഇത്. ഒരു സുലൈമാനി ഇട്ട് ഇത് വെറുതെ കഴിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഒരു അടിപൊളി എന്താ ഓക്കെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.